Assalamu alaikum friends, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടൊരു ഈവനിംഗ് സ്നാക്സ് ആണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഷുഗർ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് തൊലിയൊക്കെ മാറ്റി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ, അങ്ങനെ ഒന്നുമില്ല. റോബസ്റ്റോ ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ നമുക്ക് ഷുഗർ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഷുഗറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമുക്കിത് അടിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ നന്നായി ഷുഗറും പഴമൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 200 ml കപ്പിലാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മൈദയും കൊണ്ട് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ കൂടുതൽ ഹെൽത്തി ഗോതമ്പ് പൊടിയാണല്ലോ, അതാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇത് നല്ല കട്ടിയാണെങ്കിൽ നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഇത് നല്ല ലൂസും പാടില്ല, നല്ല കട്ടിയും പാടില്ല. ആ രീതിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ ചിരകിയതോ തേങ്ങ കൊത്തോ എങ്ങനെ വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വേണം ചൂടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് മാവ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള ഓയിലിൽ നമുക്കിത് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പുറമൊക്കെ നന്നായി ഫ്രൈ ആയി വരും, പക്ഷെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് 1-2 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന സ്വീറ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി സ്നാക്സാണ്. വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നല്ല വീഡിയോസുമായി വരാം. താങ്ക് യു.